എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിത്യ. നമ്മുടെ വാസ്തുപരമായ ചോദ്യങ്ങളും സംശയങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ തോന്നുന്ന ചെറിയ ചെറിയ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെയാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ സാറിനും ഒരുപാട് ഡയറക്റ്റായിട്ടും എൻക്വയറികളൊക്കെ വരുന്നുണ്ട്. അപ്പം സാർ നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് തുടങ്ങാം. സാർ, നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ സ്ത്രീകൾക്ക് വാസ്തുപരമായ ദോഷവും പരിഹാരവും ഒക്കെയുള്ള കുറച്ച് സബ്ജക്റ്റുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് പിന്നെ വിളിച്ചിട്ടുണ്ടാവും, കൂടുതലും സ്ത്രീകളായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു ആ കോൾസും? ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? കാരണം നമുക്ക് ഒരുപാട് വരുന്നത് സ്ത്രീകളാണ്. കാരണം വീട്ടമ്മമാർക്കാണ് ഇതിനൊക്കെ ഒരുപാട് ഒരു ഇതുള്ളത്. തീർച്ചയായും അങ്ങനൊരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് കോൾസ് ഒരുപാട് കോൾസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കോഴ്സിൽ എനിക്കൊരു വലിയൊരു അതിശയം തോന്നിയത് എല്ലാം ഒരേ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. ഇപ്പോൾ സ്ത്രീകൾ ബാധിക്കപ്പെടുന്നത് പല രീതിയിലുമാണ്. ശാരീരികവും സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള മറ്റു പല രീതിയിലുള്ള സ്ത്രീകൾ ബാധിക്കുന്നുണ്ട്. പക്ഷേ ആ എപ്പിസോഡിന് ശേഷം എനിക്ക് വന്ന ചോദ്യങ്ങളെല്ലാം ഭൂരിപക്ഷവും ഒരേ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. അത് മറ്റൊന്നുമല്ല, സ്വഭാവ രീതികളിലുള്ളതാണ്. ചില അമ്മമാർക്ക് അറിയാനുണ്ട്, മകൾ കല്യാണം കഴിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. ചില സ്ത്രീകൾക്ക് പറയാനുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ വളരെ ഭയങ്കരമായിട്ട് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നോട് പെരുമാറുന്നു. ചില സ്ത്രീകളുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിരിഞ്ഞിരിക്കുന്ന ദമ്പതികളെ എങ്ങനെയാണ് ഒരുമിച്ചാക്കേണ്ടത്. അപ്പം ഏകദേശം ഈ ഒരു റിലേഷനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് കൂടുതലും സ്ത്രീകൾ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം നിത്യ ചോദിച്ച ചോദ്യത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാരുടെ അറിവിലേക്ക് ഞാനത് പറയാം. എപ്പോഴും സ്ത്രീകളെ ബാധിക്കുന്ന, അതികഠിനമായി സ്ത്രീകളെ ബാധിക്കുന്ന ദിക്കെന്നാണ് വടക്കാണ്. അപ്പോൾ വടക്ക് കിഴക്ക് മൂല മുതൽ വടക്ക് പടിഞ്ഞാറ് മൂല വരെയുള്ള ചുമര് അത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിരിക്കണം. മാക്സിമം അല്ല, കമ്പൾസറി അത് സ്ട്രെയിറ്റ് ആയിരിക്കുക. അതിലൊരു വളർച്ച ഒരുപക്ഷെ ആകാമെങ്കിൽ അത് ചെറിയ രീതിയിലെങ്കിൽ പോലും വടക്ക് ഈശാന്യത്തിലായിരിക്കണം. എപ്പോഴും ഞാൻ ദിശകളെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. എപ്പോഴും നിങ്ങൾ കാണുന്ന വടക്കല്ല ഞാൻ കാണുന്ന വടക്ക്. എൻ്റെ കാഴ്ചയിൽ അത് 3 വടക്കാണ്. ഒന്ന് ട്രൂ നോർത്ത്, അതായത് നേരിട്ടുള്ള വടക്കും, അതിൻ്റെ ഇടത് ഭാഗത്തായി കാണുന്നത് വടക്ക് വായുവ്യവും, അതിൻ്റെ വലത് ഭാഗത്തായി കാണുന്നത് വടക്ക് ഈശാന്യവുമാണ്. അങ്ങനെ വടക്കിനെ 3 രീതികളിലാണ് ഞങ്ങൾ ഡിഗ്രി ബേസിൽ ടെക്നീഷ്യന്മാർ തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് വടക്ക് ചുമരൊരിക്കലും കോണാൻ പാടില്ല. ഒരു പക്ഷേ വടക്ക് വായുവ്യം, അതായത് നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റ്, വടക്ക് ഭാഗത്ത് പടിഞ്ഞാറ് മൂലയോടെ ഒട്ടുന്ന വാതിലുകൾ, അതാണ് നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. വടക്ക് വായുവ്യം. അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഓരോ ദിക്ക് ഇംഗ്ലീഷിലായിരുന്നാലും മലയാളത്തിലെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ഭാഗത്തുണ്ടാകുന്ന തെറ്റുകൾ കൂടുതലായിട്ടും വാതിലുകളും കുഴികളും. വാതിലുകൾ എന്ന് പറഞ്ഞാൽ പോക്കുവരത്ത്, അതായത് വടക്ക് ഭാഗത്ത് പടിഞ്ഞാറ് മൂലയോട് ഒട്ടി വരുന്ന പ്രധാന വാതിലുകൾ, അവിടെ ഉള്ള സ്ത്രീകളുടെ സ്വഭാവ രീതികളിൽ ഒരുപാട് ബാധിക്കും. അവരെപ്പോഴും ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ അത് അവരുടെ സമയങ്ങളിൽ ബ്രേക്കപ്പ് പുതിയ കോഡുണ്ടല്ലോ, ബ്രേക്കപ്പ് എന്നുള്ളത് ഒരുപാട് കണ്ട ആൾക്കാരായിരിക്കും. പക്ഷേ ഈ ബ്രേക്കപ്പിന് മുമ്പായിട്ട് അവരോട് പഴകുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ വ്യക്തി എന്ന് കൺഫേം ചെയ്തുകൊണ്ടായിരിക്കും ആ പുരുഷനോട് അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയോട് പഴകുന്നത്. അപ്പോൾ നമുക്ക് സ്ത്രീ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് പുരുഷനോട് പഴകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ അത് ബ്രേക്കപ്പ്. പിന്നെ അവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വൃത്തികെട്ടവനായ ഇവനെന്ന് പറയും. ഇത് രണ്ടും ഒരാളാണ്. ഇതൊരു മാനസിക അവസ്ഥയാണ്. അത് വാസ്തുവിനോട് ഉണർത്തുന്ന ഫോൾട്ട് ഈ ഭാഗത്തുണ്ട്. ഒരുപക്ഷെ വാതിലല്ല, അവിടെ ഒരു കിണറാണ്, അതല്ലെങ്കിൽ അതൊരു കുഴിയാണ്. അപ്പോൾ ബ്രേക്കപ്പ് എന്ന് പറയാൻ ചിലപ്പോൾ ലവേഴ്സിനെ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്കപ്പ് എന്ന് പറയാൻ പറ്റുമോ? അതിനെ ഡിവോഴ്സ് എന്ന് പറയും. അപ്പം നിങ്ങൾ ഡിവോഴ്സ് എന്നുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ബ്രേക്കപ്പോ, അല്ലെങ്കിൽ ഒരു കാരണവശാലും പുരുഷനുമായി എനിക്ക് സഹകരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പുരുഷൻ എന്നോട് സഹകരിക്കില്ല എന്ന് പറയുന്ന ഭൂരിപക്ഷം വീട്ടിലും വടക്ക് ഭാഗത്ത് വടക്ക് വായുവ്യത്തിൽ പ്രശ്നം ഉണ്ടായിരിക്കും. ആ പ്രശ്നം കുഴികൾ അല്ലെങ്കിൽ വാതിലുകൾ, അതുമായി അനുഭവപ്പെടുന്ന വാസ്തുവിൻ്റെ ഡീപ്പ് ചർച്ചയ്ക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്ന ചില ഫോൾട്ടുകൾ അതിനകത്തുണ്ടാവും. സെപ്റ്റി ടാങ്ക് ഉണ്ടായിരിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ വാസ്തുവിൽ ഒരുപാട് ഫോൾട്ടുകൾക്ക് പെർസെൻറ്റേജ് കൊടുക്കാറുണ്ട് ഞാൻ. മരണകാരകത്വം വിളയിക്കുന്ന വലിയ ഫോൾട്ടുകൾ പോലും 30% ഉള്ളൂ. ഒരു വീട്ടിൽ അതിൻ്റെ പുരുഷനെയോ സ്ത്രീയോ അല്ലെങ്കിൽ അവിടുത്തെ ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അപകട വിളിച്ചു വരുത്തുന്ന ഒരു വാസ്തു ഫോൾട്ട് പോലും 30% ഉള്ളൂ. പക്ഷേ 2-30 ആണെങ്കിൽ എന്താവും? അത് 60% ആവും. ചില വീടുകളിൽ 3-30 ഉണ്ട്. 90% വാസ്തു ഫോൾട്ടുള്ള വീടുകളുണ്ട്. അതേ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ അതേപോലത്തെ മറ്റു വീടുകളിൽ വാസ്തു ഫോൾട്ട് 30 അല്ല, 2%, 3%, 5%, 7%, ഇങ്ങനെ ഞങ്ങൾക്കൊരു കണക്കുണ്ട്. അതിലാണ് കുറച്ച് മുമ്പ് എനിക്ക് വരുന്ന ഫോണിൽ പലരും പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൻ്റെ വേസ്റ്റ് വാട്ടർ പടിഞ്ഞാറ് കൂടെ കറങ്ങി
വടക്കോട്ട് വരുന്നു. അതൊക്കെ കറങ്ങിക്കോട്ടെ. ആ വാസ്തുവിൽ അത് ഉണർത്തുന്നത് 2% 3% ഫോൾട്ടാണ്. പക്ഷേ 30% ഫോൾട്ട് ഇവിടെ ഉണ്ട്. അവരതിനെ മറന്നുകൊണ്ട് അവർ പ്രാധാന്യം കൊടുക്കുന്ന 2% 3% ഫോൾട്ടിനൊക്കെയാണ്. അതുമില്ലെങ്കിലും ആ ജീവിതത്തിൽ ഒരു വീട്ടിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വാസ്തുദോഷം ഒരു 5-8% ഒക്കെ വാസ്തുദോഷം എല്ലാ വീട്ടിലും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രസീവായ മറ്റ് ചില മാറ്റങ്ങളിലൂടെ ആ വാസ്തുദോഷം നമ്മൾ പേറുന്നു. വേറെ വഴിയില്ല. ചില 4 സെന്റ് 3 സെന്റ് ഭൂമിയിലൊക്കെ വാസ്തു നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ 1 സെന്റ് ഭൂമിയിൽ വാസ്തു നോക്കി അത് കൂര പണിഞ്ഞ് അതിനെ കൊട്ടാരമായി മാറ്റാം. പക്ഷേ അതിന് നമ്മുടെ മാനസികാവസ്ഥ സമ്മതിക്കണം. നമ്മളുടെ കയ്യിലിരിക്കുന്നത് 2 സെന്റ് ആണെന്നുള്ള ഒരു ബോധവും ഇല്ലാതെ മാക്സിമം നമ്മൾ ചുറ്റിക്കെട്ടി അടുത്ത വസ്തുവിൽ 2 കല്ല് നീക്കിക്കെട്ടാനേ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ വടക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വടക്ക് സ്ത്രീകളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവിടെ കൂടുതൽ വടക്ക് സൈഡ് അതിൽ നീച്ച ഭാഗം എന്ന് പറഞ്ഞൊരു പൊസിഷനുണ്ട്. ആ പൊസിഷനിൽ ചെയ്യുന്ന തെറ്റുകൾ ആ സ്ത്രീകളുടെ മാനസികാവസ്ഥയെ വല്ലാണ്ട് മാറ്റും. ഒരു അനുഭവം എനിക്കുണ്ട്. ഒരു നല്ല ഫാമിലിയാണ്. ആ വീട്ടിൻ്റെ നല്ല ചെറുതിലെ ഈ കുട്ടി അധ്വാനിക്കുന്നു, എന്നാൽ പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് ആ കുട്ടിക്ക് നല്ലൊരു പഠനവും പിന്നെ അതിനോടൊപ്പമുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രൊമോഷനൊക്കെ ആയി കുറച്ചുകൂടെ ഗ്രോത്ത് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് ചെറിയ വീട്, കുറച്ചുകൂടെ നല്ല രീതിയിൽ കാർ പാർക്ക് ചെയ്യുന്നൊരു വീട് വേണമെന്ന് പറഞ്ഞ് മറ്റൊരു വീട്ടിലോട്ട് അവർ പോയി. ഇത് ഞാൻ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ വടക്ക് ഞാനീ പറഞ്ഞ സെയിം ഫോൾട്ടുള്ള ഒരു വീടായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് അറിയാമായിരുന്നു സമൂഹം. അവർ ആ സമൂഹത്തിന് മുമ്പിൽ അതികഠിനമായ യുദ്ധം ചെയ്താണ് മുന്നോട്ട് വന്നത്. അപ്പം മറ്റും ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ നിന്നും ആ കുട്ടിയുടെ കുടുംബം അപമാനിതരാകും എന്നുള്ള സത്യം ഈ കുട്ടിക്ക് അറിയാമായിരുന്നു. ആ കുട്ടിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ആ കുട്ടി മറന്നിട്ടില്ലായിരുന്നു. ആ കുട്ടിക്ക് താഴെയുള്ള കുട്ടികൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഓർമ്മയുള്ള കുട്ടിയാണ്. പക്ഷേ ഈ വാടക വീട്ടിലോട്ട് വന്നപ്പോൾ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അതൊരു മറ്റൊരു സ്നേഹബന്ധത്തിലോട്ട് പോയി. പക്ഷേ നല്ലതാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ കുട്ടിക്കൊരു ഭാവി വേണം. പക്ഷേ അവിടെ രണ്ടാമതും ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ സംഗതി ബ്രേക്കപ്പ്. ആ വീട്ടിൽ നിന്ന് ഞാൻ ആ വീട് വാസ്തു നോക്കി ആ വീട് മാറുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് 3 ബ്രേക്കപ്പാണ്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഇപ്പം അത് സ്വന്തം വീടാണ്. ഒരു ലൈഫിൻ്റെ ഒരു ചെറിയ സഹായത്തോടെ വേറെ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിച്ചു. അവർ ആ സ്ഥലത്തിനോടൊപ്പം കെട്ടി ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് കാശൊക്കെ വെച്ച് പിന്നെ ഈ കുട്ടിയുടെ കയ്യിലുള്ള കാശൊക്കെ വെച്ച് ആ വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആ കുട്ടി അത് നോർമലാവും. അവരുടെ പേരിലൊരു വീട് ഒരു തറക്കല്ലിട്ട് അത് വർക്ക് സ്റ്റാർട്ടാവുമ്പോഴേ ഇതിൻ്റെ പൂർണ്ണ വാസ്തു ആ കുട്ടി അനുഭവപ്പെടുത്തി ആ കുട്ടി അവിടെ നിന്ന് ഒരുപാട് റിലീഫായി കഴിഞ്ഞു. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഗൾഫിൽ നിൽക്കുന്ന ഒരാൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത തൻ്റെ ഭവനം ഒരു കല്ല് വെച്ച് കയറുമ്പോൾ തന്നെ അവിടെ അതിൻ്റെ ബുദ്ധിമുട്ടുള്ള അനുഭവം തുടങ്ങും, ആ വാസ്തു ആണെങ്കിൽ. കാരണം ഇതെല്ലാം തോട്ട് എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു. വാസ്തു, ന്യൂമറോളജി, ഇത് രണ്ടിലും തോട്ട് എനർജി കണക്ട് ചെയ്ത് നിൽക്കുന്നു. തോട്ട് എനർജി വലിയൊരു സത്യമാണ്. എങ്ങനെ സത്യമാവുന്നത്? തോട്ട് എനർജി വലിയൊരു സത്യമാണ്. എങ്ങനെയാണ്? നിങ്ങളൊരു ഈശ്വരനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, എൻ്റെ വിശ്വാസ രീതിയിൽ ഞാനൊരു ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ വിശ്വാസ രീതിയിൽ നിങ്ങളൊരു ഈശ്വരനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഈശ്വരൻ്റെ പേഴ്സണൽ മൊബൈൽ നമ്പറിലല്ല, അല്ലേ? ആണോ? അത് വിചാരങ്ങളിലൂടെയാണ്. അപ്പോൾ വിചാരങ്ങൾക്ക് കഴിവുണ്ട്. അത് തന്നെയാണ് പ്രാർത്ഥന, അത് തന്നെയാണ് സ്വപ്നം, അത് തന്നെയാണ് ദീർഘവീക്ഷണം. അപ്പോൾ വിചാരങ്ങൾ, അതിനെയാണ് തോട്ട് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീട് എന്നുള്ള വിചാരമോടെ ഉണരുമ്പോൾ ആ വീടിൻ്റെ നല്ലത് അഥവാ നിർഭാഗ്യം ആ വിചാരിക്കുന്ന എൻ്റെ വീട് എന്ന് അവകാശപ്പെടുന്നവർക്കും ആ വിചാരങ്ങളിലൂടെ അതിൻ്റെ നഷ്ട ലാഭം അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു. ഇത് തോട്ട് എനർജിയിൽ വരുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ സ്ത്രീകൾ ഏതെങ്കിലും രീതിയിൽ അവർ ബാധിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ കിഴക്കേ മൂലയിൽ നിന്ന്, വടക്ക് ഭാഗത്ത് കിഴക്കേ മൂലയിൽ നിന്ന് പടിഞ്ഞാറേ മൂലയുള്ള ആ ചുമരുകൾ ഒരു കോണലോ വെട്ടോ ചരിവോ ഒന്നും ഇല്ലാതെ കൃത്യമായിരിക്കുക. ഇത് കണ്ടംപററി സ്റ്റൈലിൽ ഒരുപാട് ചതി നടക്കുന്നുണ്ട് ഇവിടെ. ഇവരെല്ലാം ആധുനികയുടെ മികവിൽ അങ്ങനെ കറങ്ങി നടക്കുകയാണ്. കാരണം AI-യിലൂടെ ഒരുപാട് ഡിസൈൻ കിട്ടുന്നുണ്ട്, അതിലൂടെ പലതരം. പക്ഷെ അവരുടെ എന്താ പറയുക, കാൽ കീഴിൽ നിന്ന് മണ്ണൊലിച്ച് പോകുന്ന കാര്യം അവർ അറിയുന്നില്ല. ഇത് വാസ്തു ഉണർത്തുന്ന ഏറ്റവും വലിയ സത്യമാണ്. അപ്പം ഈ സ്ത്രീകൾക്കുണ്ടാവുന്ന ഈ പ്രശ്നങ്ങളും ദോഷങ്ങളും ഒക്കെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട്, വാസ്തു രീതികളിൽ ഉണ്ടാകുന്ന ഫോൾട്ട് വാസ്തു രീതികളിൽ തന്നെയാണ് അത് നിങ്ങൾ പരിഹരിക്കേണ്ടത്. അവിടെ ഒരു മറ്റൊരു വസ്തുവോ അല്ലെങ്കിൽ ഒരു പൂജയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹമുള്ള മറ്റൊരു കാര്യങ്ങളും വാസ്തുവിൽ നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റില്ല. വാസ്തു പ്രശ്നങ്ങൾ വാസ്തുവിലൂടെ തന്നെയാണ് അത് പരിഹരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനീ പറഞ്ഞില്ലേ, നോർത്ത് കുറച്ച് എക്സ്റ്റൻഷൻ ആയിരിക്കുന്നു. സോ നോർത്ത് L ഷേപ്പിൽ വന്നു. അപ്പോൾ അതിന് നിങ്ങൾ ലെവലാക്കി നോക്കൂ. ഒരു മുറി ഇറക്കി കെട്ടിയെന്നുണ്ടെങ്കിൽ അതിന് പേരിലായിട്ട് മറ്റൊരു ചുമര് കൂടെ കെട്ടി ഒരു ജനൽ വെച്ച് മറ്റൊന്നും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചുമര് നീണ്ടു വന്നു. അപ്പോൾ അത് സ്ട്രെയിറ്റായി ആ റൂമിനകത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. പിന്നെ
2 സെന്റ് സ്ഥലമേ ഉള്ളൂ. എനിക്ക് വന്ന ഒരുപാട് ക്വസ്റ്റ്യനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ 2-3 സെന്റ് വീടുള്ളവർക്ക് എങ്ങനെ, നിങ്ങൾ വാസ്തു വിശ്വസിക്കാത്തവർക്ക് നിങ്ങൾ എന്തിനാ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? ഞാൻ ഈ സംസാരിക്കുന്നതെല്ലാം വാസ്തു വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. വാസ്തു വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരുപാട് അവകാശങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ നിർബന്ധിതനാവുന്നില്ല അവരൊക്കെ തിരുത്തണം. വാസ്തു വിശ്വസിക്കുന്നവർക്ക്, എൻ്റെ വാക്കുകൾ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നവർക്ക് ഇത് ശരിയാണല്ലോ എന്ന് തോന്നുന്നവർക്ക് മാത്രമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഇതിലൂടെ ഒരു തെറ്റിദ്ധാരണ ഞാൻ പുലർത്തുന്നില്ല. കാരണം ഇതിനേക്കാൾ വലിയ തെറ്റിദ്ധാരണ ഇവിടെ കൂടെ ഫാസ്റ്റ് ട്രെയിൻ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. അന്ധവിശ്വാസങ്ങളുടെ ഒരു പെരുമഴ കാലത്തുകൂടെയാണ് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതും നിങ്ങൾക്ക് 1 രൂപ പോലും നഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. പരീക്ഷിച്ച് നോക്കുക. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണുന്നത് പോലെ എൻ്റെ വാക്കുകൾ കേൾക്കുക, അല്ലെങ്കിൽ ആ ഫോൺ ഓൺ ചെയ്യാതിരിക്കുക, കഴിഞ്ഞില്ലേ പ്രശ്നം. ഇത് കാണുകയും ചെയ്യും. എന്നാൽ അവരോടൊന്ന് സംസാരിക്കുമ്പോൾ അതിനോടൊരു മറുപടി ഇല്ല. ഞാൻ കുറച്ച് ആൾക്കാരോട് സംസാരിക്കാറുണ്ട്. ഞാനങ്ങനെ ഈ ഏതെങ്കിലും ഒരു കമന്റ് കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ശ്രമിക്കും അയാൾ ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അതങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. മനസ്സിലായില്ലേ? അതറിയാവുന്നവർക്ക് അതറിയാം. അപ്പം ഞാൻ വളരെ ക്ഷമയുടെ സഹോദരൻ വരും, എന്താ നിങ്ങളുടെ പ്രശ്നം, എന്നോടൊന്ന് സംസാരിക്കുക, എന്നോടൊന്ന് ചോദിക്കൂ. പക്ഷെ അവർക്ക് വളരെ ഭയത്തോടെയാണ് അവർ നേരിടുന്നത്. പക്ഷെ വളരെ സിമ്പിളായിട്ട് അവർ നിൽക്കുന്നത്, ചുമ്മാ എഴുതിയും കൂട്ടത്രേ ഉള്ളൂ, സാർ എന്നെ കുറിച്ച് വിഷമിക്കുന്നു ചെയ്യേണ്ട, ഞാൻ വേണം മാറ്റും, വേണ്ട അതോട്ട് നടത്തും. ഇങ്ങനെയും കുറച്ച് അനുഭവങ്ങൾ എനിക്കുണ്ട്. പിന്നെ കുറച്ച് ഫോൺ കോൾസ് ഉണ്ട്. അവ വരുന്ന രീതിയിൽ ഭയങ്കര ശൗര്യത്തിലൂടെയാണ് വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു പൊതുമാധ്യമത്തിലൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കി. അപ്പോൾ അവരോടത് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ എനിക്കറിയാം അവർ റെക്കോർഡ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. കാരണം അത് എനിക്ക് അറിയാനും പറ്റും ഇന്നത്തെ ഒരു ഫോണിലൂടെ. ചിലത് അറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വിഷയമല്ല. ഞാനത് പറയുമ്പം കുറച്ച് കഴിയുമ്പോൾ അവർ വന്ന സ്പീഡ് മാറി അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അതെനിക്ക് വലിയൊരു സന്തോഷമാണ്. എൻ്റെ ഈ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ അത് പറയാൻ മറന്നുപോയി. എന്നെ ഈ വളരെ ബുദ്ധിമുട്ടോടെ എനിക്ക് ഫോൺ ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്നിൽ നിന്ന് പിരിയുന്നത് വലിയൊരു സൗഹൃദമായിട്ടാണ്. അത് എൻ്റെ എക്സ്പീരിയൻസിൽ അത് പറയാൻ മറന്നുപോയി. അതൊരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണത്. ഇപ്പം ഇന്നത്തെ നമ്മുടെ വളരെ നല്ലൊരു വിഷയത്തെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ഇതുപോലെ നിങ്ങൾക്കും ചെറിയതല്ല, വലിയ എന്തെങ്കിലും വീടിനെ പറ്റിയോ നിങ്ങളുടെ സ്ഥാപനത്തിനെ പറ്റിയോ എന്തിൻ്റെ ഉള്ള സംശയങ്ങളാണെങ്കിലും സാറിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം മനോഹരമായ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.